പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക. കടാശ്വാസ 6 ഗഡു ഉടൻ അനുവദിക്കുക. ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ വിതരണം ചെയ്യുക. ജീവാനന്ദ പദ്ധതി ഉപേക്ഷിക്കുക. മെഡിസിപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുണ്ടക്കയം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രഷറിയുടെ പടിക്കൽ ധർണ സംഘടിപ്പിച്ചത്. സെക്രട്ടറി KR രാജു സ്വാഗതം ആശംസിച്ചു. ജെ ജോൺ അധ്യക്ഷത വഹിച്ച സമ്മേളനം സ്റ്റേറ്റ് കൗൺസിലർ TV ജയമോഹനൻ ഉദ്ഘാടനം ചെയ്തു. 2024 ജൂലൈ മാസം 1-ാം തീയതി പെൻഷൻ പരിഷ്കരിക്കേണ്ട ദിനമാണ്. പക്ഷേ ഒരു പരിഷ്കരണ കമ്മീഷൻ വെച്ചിട്ടില്ല എന്ന് മാത്രമല്ല 2019 മുതലുള്ള പെൻഷൻ കുടിശ്ശിക പരിഷ്കരണ കുടിശ്ശിക ഇതുവരെയും സർക്കാർ കൊടുത്തു തീർത്തിട്ടില്ല. 1 ലക്ഷത്തോളം പെൻഷൻ സുഹൃത്തുക്കൾ ഇതിനോടകം മരിച്ചുപോയി. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇനി 19% ക്ഷാമാശ്വാസം കിട്ടാനുണ്ട്. ഈ സർക്കാരിൻ്റെ പല പ്രവൃത്തികളെയും നമ്മൾ സംശയദൃഷ്ടിയോടാണ് കാണുന്നത്. സർക്കാർ പെൻഷനും ആനുകൂല്യങ്ങളും അവകാശമാണെന്ന് ഇലക്ഷന് മുമ്പ് പറഞ്ഞ സർക്കാർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അത് അവകാശമല്ല ഔദാര്യമാണെന്ന് തിരുത്തി പറയുന്നുണ്ട്. നമുക്കൊന്നേ പറയാനുള്ളൂ, സുപ്രീം കോടതി വളരെ വ്യക്തമായി ഉത്തരവിൽ പറയുന്നുണ്ട്, സർക്കാരിനെ സേവിച്ച ജീവിതാവസാനം വരെ 55-69 വയസ്സ് വരെ ജോലി നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ ആർക്കും തടഞ്ഞു വെക്കുവാനോ തടസ്സപ്പെടുത്തുവാനോ കൊടുക്കാതിരിക്കുവാനോ കഴിയില്ല. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുക, പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തിയപ്പോൾ ഈ ഗവൺമെൻറ് പറഞ്ഞു ഇവിടെയുള്ള ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി, ഇവിടെയുള്ള സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് പെട്രോളിനും ഡീസലിനും ഞങ്ങൾ സെസ് ഏർപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ആ സെസ് വഴി ലഭിച്ച അധിക വരുമാനത്തിൽ നിന്ന് 1 രൂപ പോലും എടുത്ത് ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാനായിട്ട് സർക്കാർ തയ്യാറായില്ലെന്ന് മാത്രമല്ല ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ 1 കോടി ക്ഷേമ പെൻഷൻ അവർക്ക് കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറായി. കോൺഗ്രസ് കൊക്കയാർ മണ്ഡലം പ്രസിഡന്റ് സണ്ണി ആന്റണി തുരുത്തിപ്പള്ളി മുഖ്യ പ്രഭാഷണം നടത്തി. കൊള്ളയുടെ ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിലനിൽക്കുന്നത്. ചമ്പൽ കൊള്ളക്കാരെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലുള്ള കൊള്ളയാണ് ഈ സംസ്ഥാനത്ത് നടന്നിരിക്കുന്നത്. എങ്ങനെയും കയ്യിൽ കിട്ടുന്നതൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക, ഇവിടുത്തെ പട്ടിണി പാവങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് ഈ ഭരണ സംവിധാനത്തിന് അതൊരു ബാധകമേ അല്ല. അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. നിത്യോപയോഗ സാധനങ്ങളുടെ വില ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അരിക്കിന്ന് 70 രൂപയോളം അരിവില എത്തിയിരിക്കുകയാണ്. സപ്ലൈകോയിൽ ഒരു നിത്യോപയോഗ സാധനങ്ങളുമില്ലാത്ത ഒരു കാലഘട്ടം ഇതിന് മുന്നിൽ ഉണ്ടായിട്ടില്ല. നിത്യോപയോഗ സാധനങ്ങളൊന്നും ഇന്ന് സപ്ലൈകോയിലില്ല. എന്തിനേറെ പറയുന്നു, പട്ടിണി പാവങ്ങളായ വന്ധ്യവയോധികരുടെ 1600 രൂപ പെൻഷൻ കൊടുക്കാൻ പോലും ഈ ഗവൺമെന്റിനെ കൊണ്ട് ആവുന്നില്ല. ഏതാണ്ട് 6 മാസത്തിലധികമായി കുടിശ്ശിക നിലനിൽക്കുന്നു. ചടങ്ങിൽ DCC മെമ്പർ നൌഷാദ് വെമ്പിളി, അനിത ഷാജി, PJ വർഗീസ്, TG തങ്കമണി, B റോബർട്ട്, ലില്ലി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.